ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സൈബർ ആക്രമണ വിവാദങ്ങൾക്കിടെ സിപിഐഎം വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനെ ഫോണിൽ വിളിച്ച് മമ്മൂട്ടി. വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു. തിരക്കുകൾക്കിടയിലും മമ്മൂട്ടി ടൗൺഷിപ്പിൽ എത്തി എന്നതാണ് പ്രധാനമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. മമ്മൂട്ടി എത്തിയതോടെ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ലോകമറിഞ്ഞു. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സായ് കുമാറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സായ്, ഇന്നലെ ടൗൺഷിപ്പിൽ മമ്മൂട്ടി എത്തിയതിനു ശേഷം നമ്മൾ കണ്ടതാണ് ഈ സൈബർ ആക്രമണം എത്രത്തോളമായിരുന്നു എന്നുള്ളത്. ഇനി നിമിഷം വരെയും നമ്മൾ കാത്തിരുന്നതും മമ്മൂട്ടി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ തന്നെയായിരുന്നു. ആ പ്രതികരണം അത് അദ്ദേഹത്തെ റഫീഖിനെ നേരിട്ട് തന്നെ വിളിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും ശ്രുതി, എല്ലാം രമ്യമായി തന്നെ പരിഹരിക്കപ്പെട്ടു, എല്ലാം പോസിറ്റീവായി അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. മമ്മൂട്ടി റഫീഖുമായി അല്പം മുമ്പ് വീഡിയോ കോളിൽ തന്നെ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. ഇരുവരും തമ്മിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടും റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങളാണ് മമ്മൂട്ടിക്കെതിരെ നടക്കുന്നത്. പക്ഷേ റഫീഖ് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി ഉണ്ടായതാണ്. എന്തായാലും നിലവിൽ ഇരുവർക്കും ഇടയിൽ അത്തരത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ഇരുവരും സംസാരിക്കുകയും എല്ലാം പോസിറ്റീവായി തന്നെ സംസാരിച്ചു, അത് അവസാനിച്ചു എന്നാണ് റഫീഖ് പറയുന്നത്. ഉടൻ തന്നെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് റഫീഖിന്റെ കൂടി ഒരു പ്രതികരണം വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് വലിയ രീതിയിൽ റഫീഖിനോട് മമ്മൂട്ടി ആ രീതിയിൽ പെരുമാറിയതിനെതിരെ വലിയ രീതിയിലുള്ള രോഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം റഫീഖിന്റെ ഒരു പ്രതികരണം വന്നിരുന്നില്ല. പക്ഷേ മമ്മൂട്ടി ഇന്നലെ ആ സമയത്ത് തന്നെ റഫീഖിനെ ഫോണിൽ വിളിച്ചിരുന്നു. ഇന്ന് വീണ്ടും വീഡിയോ കോൾ വഴിയും റഫീഖുമായി മമ്മൂട്ടി സംസാരിക്കുകയും ചെയ്തു. എല്ലാം പോസിറ്റീവായി അവസാനിച്ചു എന്നാണ് റഫീഖ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉടൻ തന്നെ റഫീഖിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ സായി, എന്തായാലും നമുക്ക് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിരുന്നു, അതുകൂടി കേട്ടുവരാം. മമ്മൂട്ടിയെ പോലെ മഹാനായൊരു നടൻ, അദ്ദേഹം ഈ ഷൂട്ടിംഗ് തിരക്ക് ഇതെല്ലാം കഴിച്ച് ചികിത്സയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം വളരെ സ്നേഹത്തോടെ നിൽക്കുന്നത്. അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന് പോലും ഈ ബുദ്ധിമുട്ടുകളും തിരക്കും ഷൂട്ടിങ്ങും എല്ലാം ഉണ്ടെങ്കിലും അവിടെ പോയി അത് കാണണം എന്ന് തോന്നുന്ന മഹത്തായൊരു മാതൃക നമുക്ക് ലോകത്തിന് മുൻപിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലേ? ചില ആളുകൾ എന്തെങ്കിലും പ്രതികരണം നടത്തി, അതൊന്നും അല്ലല്ലോ. അത് ഈ പദ്ധതിയെ അംഗീകരിക്കൽ ലോകത്തിന് മുൻപിൽ അദ്ദേഹം അവിടെ പോയതോടുകൂടി കുറേ കൂടി വിസിബിലിറ്റി ആ പദ്ധതിക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ തോന്നിയതിന് മമ്മൂട്ടിയെ പോലുള്ള മഹാനടനോട് കേരളം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. സായികുമാറിലേക്ക് വീണ്ടും. സായി, ഇപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അത് പിന്നീട് ഒരു സൈബർ ആക്രമണങ്ങളിലേക്ക്, റഫീഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൈബർ ആക്രമണത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ മമ്മൂട്ടി റഫീഖിനെ വിളിച്ചതോടുകൂടി ഈ വിവാദം ഇവിടെ അവസാനിക്കുമെന്ന് കരുതാനാവുമോ? തീർച്ചയായും റോഷ്നി, ഈ വിവാദവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിൽ റഫീഖിനും ഒട്ടും തന്നെ താല്പര്യമില്ല. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത്. റഫീഖും അത് അവസാനിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ആഗ്രഹം. മമ്മൂട്ടി തന്നെ അദ്ദേഹവുമായി സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ ഒരു അവ്യക്തത അതിലുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനായി പറഞ്ഞു തീർക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇരുവർക്കുമിടയിൽ ഇപ്പോൾ നിലവിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല. മമ്മൂട്ടി ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ എത്തിയത്. ആദ്യം CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി എത്തിയതുകൊണ്ട് തന്നെ റഫീഖ് അടക്കമുള്ള CPM പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വളരെ പെട്ടെന്നാണ് മമ്മൂട്ടി കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ള കാര്യം വന്നത്. അങ്ങനെയാണ് റഫീഖും അവിടെ എത്തിയത്. അവിടെ സംഭവിച്ച ചെറിയൊരു കാര്യമാണ്, അത് മാധ്യമങ്ങൾ പോലും അവിടെ എത്തരുത് എന്നുള്ളൊരു നിർബന്ധം മമ്മൂട്ടിക്കുണ്ടായത്. പക്ഷേ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ അത് വരികയും ചെയ്തു. അവിടെ സംഭവിച്ച ആ ഒരു ശബ്ദം അത് പുറത്തു വന്നതോടുകൂടിയാണ് അത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്കും മമ്മൂട്ടിക്കെതിരായ സൈബർ അധിക്ഷേപത്തിലേക്കും ഒക്കെ മാറുകയും ചെയ്തത്. അല്ലാതെ റഫീഖ് അതെവിടെയും ഒരു പരാതിയായോ പരിഭവമായിട്ടോ ഒന്നും പറയുകയും ചെയ്തിട്ടില്ല. പക്ഷേ അത് വലിയ രീതിയിലുള്ള കൈവിട്ടു പോകുന്ന തരത്തിലേക്കുള്ള അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ മാറുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ റഫീഖുമായി മമ്മൂട്ടി ഫോണിൽ സംസാരിക്കുന്നു. ഇന്നിപ്പോൾ അല്പം മുമ്പ് വീഡിയോ കോൾ വഴി തന്നെ മമ്മൂട്ടി റഫീഖുമായി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം പോസിറ്റീവായി അവസാനിച്ചു. ഒരുപക്ഷെ ഉടൻ തന്നെ റഫീഖിന്റെ ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലിടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. നിലവിൽ ഇരുവർക്കുമിടയിൽ അങ്ങനെ ഒരു തരത്തിലുള്ള അസ്വാരസ്യമില്ല. മമ്മൂട്ടി അവിടെ എത്തിയതിലുള്ള സന്തോഷം, നേരത്തെ പി രാജീവ് പറഞ്ഞതുപോലെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടൻ അവിടെ എത്തിയതിലുള്ള ഒരു സന്തോഷം കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ശരി, വ്യക്തമാണ്. സായ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.